വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. riderkunjippa പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അൺബോക്സിംഗ് വീഡിയോ വെച്ചാൽ നമ്മുടെ ചാനലിലേക്ക് മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള ഒരു മൈക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മൈക്ക് ഇന്ന് എത്തി. അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പൊ പുറത്തുനിന്നുള്ള നോയ്സ് കുറച്ച് കൂടുതലാണ്. എന്താ വെച്ചാൽ നമ്മുടെ ഈ ചീവിടിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് ഓവർ ആക്ടിങ് ആണ്. അപ്പൊ അതൊക്കെ തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ കാണുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഇയർഫോണൊക്കെ കാണുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സൗണ്ട് ചെവിടിലേക്ക് കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു കാരണപ്പെട്ടാൽ ഞാനൊരു മൈക്ക് ഓർഡർ ചെയ്ത്. എന്താ വെച്ചാൽ മൈക്ക് അത്യാവശ്യമാണ്, നോയ്സും കാര്യങ്ങളൊക്കെ കുറെ ഒഴിവാക്കുന്ന ഒരു സംഭവമാണ് മൈക്കാന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാനിന്ന് വാങ്ങിയിട്ടുള്ളത് ബോയ M1 എന്നൊരു ബൈക്ക് കൂടിയാണ്. അപ്പൊ ഈ ഒരു ബോക്സ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിന് ഏകദേശം 780 രൂപയോളം വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ബോക്സിന്. എന്താണെന്ന് വെച്ചാൽ ബോയ M1 എന്നൊരു മൈക്ക് കമ്പനി കൂടിയ മൈക്കയാണ്. അപ്പൊ ഞാൻ ഈ ഒരു കമ്പനിയുടെ മൈക്ക് തന്നെ വാങ്ങാൻ കാരണം വെച്ചാൽ കുറെ ആളുകൾ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. മൈക്ക് ഉഷാറാണ്. പിന്നെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കി മൈക്ക് കംപ്ലൈന്റ് കാര്യങ്ങളും കുറവാണ്. പിന്നെ കുറെ ആളുകൾ വാങ്ങി യൂസ് ചെയ്യുന്ന ഒരു മൈക്ക് കൂടിയാണ് നമ്മൾ ബോയ M1 മൈക്ക. അപ്പൊ ഞാൻ ഈ ഒരു മൈക്ക് തന്നെ വാങ്ങിയിട്ടുള്ളത്. എന്താ വെച്ചാൽ വേറെ ഇനി ലോക്കൽ മൈക്കൊന്നും വാങ്ങേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്തത്. മൈക്ക് കിട്ടിയ ഒരു സന്ദർഭം കൊണ്ട് നമ്മൾ മൊബൈൽ പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റാൻഡ് എവിടെ വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് വർത്താനം പറയേണ്ട ഒരു സീനുള്ളൂ. അപ്പൊ ഈ ഒരു മൈക്ക് നമ്മുടെ ഈ ഒരു ഫോണിൽ കുത്തിയിട്ട് ഞാൻ എന്റെ ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യൂ, എങ്ങനെയുണ്ട്, സൗണ്ട് ക്വാളിറ്റി കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ ഒക്കെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ടെസ്റ്റ് ചെയ്യാം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് നേരിട്ട് നമ്മളെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇതിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്, ഒരു മൈക്കിന്റെ കൂടെ എന്തൊക്കെ കിട്ടിയിട്ടുള്ളതൊക്കെ നമുക്ക് നോക്കാം. കേട്ടോ, ഇതിന്റെ ബില്ലും കാര്യങ്ങളും ഇൻവോയ്സ് ആണ്, നമ്മുടെ ബില്ലും കാര്യങ്ങളാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു അതിന്റെ ഉൾഭാഗത്ത് നിന്ന് കിട്ടിയ ബോക്സ് കേട്ടോ. ബോയ BY-M1 എന്നാണ്, ബോയ M1 എന്നാണ് ഒരു മൈക്കിന്റെ പേര്. അപ്പോ കുറെ ഏകദേശം എല്ലാരും എത്തിയിട്ട്, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മൈക്ക് കൂടിയാണ്. റിവ്യൂ വ്ളോഗേഴ്സിനൊക്കെ പറ്റിയ ബെസ്റ്റ് മൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനെ ഒന്ന് പെട്ടെന്ന് പൊളിച്ച് നോക്കാം. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്താണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ബോക്സ് നമ്മൾ എടുക്കുകയാണ്. നമ്മള് ഒരു ബോക്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ബോക്സ് നമ്മളവിടെ വെക്കുക. പിന്നെ അതിന്റെ ഇപ്പോൾ ഇതിന്റെ യൂസർ മാനുവൽ ഉണ്ട്. ബോയ മൈക്കിനെ കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ ബോയന്റെ 2 സ്റ്റിക്കർ ഉണ്ട്. സ്റ്റിക്കർ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബോക്സിന് ഒരു മൈക്ക് നമ്മൾ ഇതിന്റെ അകത്ത് നിന്ന് എടുക്കുകയാണ്. എന്താ മൈക്ക് എങ്ങനെയൊക്കെ നമുക്ക് നോക്കട്ടോ. അപ്പോൾ അതാ ഇങ്ങനത്തെ കുഴപ്പമില്ലാത്തൊരു പാക്കിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു പാക്കിങ് തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു മൈക്കിന്റെ ഒരു പഞ്ഞി, അതായത് സോഫ്റ്റ് സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോയ്സും ഒന്ന് കയറാതിരിക്കാനുള്ള. അപ്പോൾ എൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക. നമ്മുടെ മൈക്കയുടെ വയർ ഏകദേശം നല്ല വലിപ്പമുണ്ട്. 3.5 മീറ്ററാണ് നമ്മുടെ ഒരു മൈക്കിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മൈക്കാണ് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഇതിനകത്ത് തന്നെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ അകത്ത് ബാറ്ററി ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ബാറ്ററി ഇതിന്റെ അകത്തൊരു ബാറ്ററി ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന് ബാറ്ററി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാൻ. അപ്പൊ നമ്മുടെ മൈക്ക് ഇതാട്ടോ, മൈക്ക് അടിപൊളിയായിട്ടുണ്ട്. കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയും കാര്യങ്ങളുണ്ട്. ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കിയിട്ട്. വയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു കവറിൽ നിന്ന് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈലിലേക്കല്ല വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലേക്ക് ആണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് വെച്ചാൽ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു സാധനം ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഇങ്ങനെ കുത്തിയിട്ട് വേറെ സാധനത്തിലേക്ക് കുത്താം. പക്ഷെ മൊബൈലിലേക്കാണെങ്കിൽ ഈ ഒരു സാധനം മാത്രം മതി, അതായത് ഈ ഒരു മൈക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററി ഒറ്റ ബാറ്ററിയേ ഉള്ളൂ. പിന്നെ നമുക്കൊരു സ്പോഞ്ച്. ഈ ഒരു സ്പോഞ്ച് പറഞ്ഞാല് നമുക്ക് നോയ്സും കാര്യങ്ങളൊന്നും അകത്തേക്ക് അടക്കാതിരിക്കാൻ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ ഒരു സ്പോഞ്ച് നമ്മൾ ഇതിനകത്തേക്ക് ഇടണം. അപ്പൊ ഇതാ സ്പോഞ്ച് നമ്മൾ ഇട്ടിട്ടോ. അപ്പൊ ഒരു മൈക്ക് ആയി. അപ്പൊ ഈ ഒരു സാധനം ഇവിടെ കണക്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഇതാ ഈ ഒരു ഇടയിൽ ഇട്ടോ. ഈ ഒരു ഇടയിലാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. ഇതാ ഇവിടെ ലോക്കായി. എന്നിട്ട് നമ്മൾ ഈ ഒരു മൈക്ക് നമുക്ക് എവിടെ കുത്തി വെക്കേണ്ടത്, ഇവിടെ ഒരു പോക്കറ്റിന്റെ ഇവിടെ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് സംസാരിക്കാം. നമ്മുടെ ഈ ഒരു വയർ നമുക്ക് ഏകദേശം നല്ല വലുപ്പം തന്നെയുണ്ട്. നമുക്കൊരു വയർ കിട്ടിയിട്ടുള്ളത്
ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് സംസാരിച്ച് നോക്കാം. പുറത്തുള്ള നോയ്സും കാര്യങ്ങളൊക്കെ കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. മൈക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെ സൗണ്ട് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വയർ അത്യാവശ്യം വലിപ്പമുണ്ട്. ഈ ഒരു വയറിൻ്റെ വലിപ്പം തന്നെ നോക്കി എത്ര വലിപ്പം ഉണ്ടാരോ. അപ്പോൾ ആവശ്യത്തിന് വലിപ്പമുള്ള വയറൊക്കെ ഉണ്ട്. നമ്മൾ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യണല്ലേ ഉള്ളൂ. അപ്പോൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഞാനത് ഈ വീഡിയോയിൽ അറിയിക്കാം. അപ്പം ഈ ഒരു മൈക്കിൽ അത് കയറുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം.